പ്രിയപ്പെട്ടവരെ, വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന ഒരു ചൊല്ല് നമ്മൾ സാധാരണയായി കേട്ടിട്ടുണ്ട്. എന്നാൽ ആ ചൊല്ല് അർത്ഥവത്താകുന്ന തരത്തിലുള്ള നിരന്തരമായ ന്യൂസുകളും വാർത്തകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് കേരളക്കരയിലെ ചാനലുകളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത്. ഈ നാട്ടിലെ യുവസമൂഹത്തിനും ഈ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹത്തിനും നേർവഴി കാട്ടേണ്ട അധ്യാപികമാർ തന്നെ ഏറ്റവും അപകടം പിടിച്ച MDMA പോലുള്ള ലഹരികൾക്ക് അടിമപ്പെടുന്നതും ലഹരി പാർട്ടി നടത്തുകയും അതിൻ്റെ വിൽപ്പനക്കാരായി മാറുകയും അതിൻ്റെ ഇടനിലക്കാരായി മാറുകയും ചെയ്യുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് 2-3 ദിവസങ്ങളായി നിരന്തരമായി വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ വളരെ മാതൃകാപരമായി ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ട, നാളെ രാഷ്ട്രത്തിൻ്റെ ഭാവി തന്നെ തീരുമാനിക്കേണ്ട നല്ല വ്യക്തിത്വങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി, വിദ്യാർത്ഥിനികളെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പറഞ്ഞയക്കുന്നത് എങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന, അത് പഠിപ്പിക്കുന്ന, അതിന് ട്രെയിനിങ് കൊടുക്കുന്ന അധ്യാപികമാർ പോലും ഇതിൻ്റെ ആളുകളായി, വാക്താക്കളായി ഈ സമൂഹത്തിലെ ചിദ്രശക്തികളുമായി കൈകോർക്കുന്നു എന്നറിയുന്നത് അതിശയകരം എന്നല്ല, ഭയാനകരം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. കാവ്യ, നീഷ്മ, കീർത്തന എന്നീ 3 പേരുകളുള്ള അധ്യാപികമാരെയാണ്, പേരാമ്പ്ര BRCയിൽ വർക്ക് ചെയ്യുന്ന താൽക്കാലിക അധ്യാപികമാരെയാണ് MDMAയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ അധ്യാപക സമൂഹത്തിന് അപമാനകരമായ അല്ലെങ്കിൽ ഏറ്റവും ലജ്ജാകരമായ ഒരു വാർത്തയാണ് ഈ വാർത്ത. അധ്യാപകരിൽ 99% നല്ല അധ്യാപകരാണ്, നന്നായി കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ്, നേർവഴിയിലൂടെ കുട്ടികളെ സഞ്ചരിപ്പിക്കാൻ വേണ്ടിയുള്ള അതിനുതകുന്ന തരത്തിലുള്ള ബാലപാഠങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നവരാണ്. എങ്കിലും ഇത്തരത്തിലുള്ള അധ്യാപികമാർ, ഇത്തരത്തിലുള്ള അധ്യാപകന്മാരൊക്കെ ഈ സമൂഹത്തിന് എത്രമാത്രം ബാധ്യതയാണ്, എത്രമാത്രം ലജ്ജാകരമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ മാനന്തവാടി ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ക്യാഷ്വാലിറ്റിയിൽ മറ്റൊരു രോഗിയുടെ പ്രശ്നവുമായി ഞാൻ അവിടെ നിന്നുകൊണ്ടിരിക്കെ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ ഒരു പോലീസ് വണ്ടിയിൽ അങ്ങിങ്ങായി മുറിവുമായി ക്യാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് കണ്ടു. അപ്പോൾ ഞാൻ പോലീസുകാരോട് ചോദിച്ചു, ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത്? അപ്പോൾ അദ്ദേഹം ഒരു സ്കൂളിലെ അധ്യാപകനാണെന്നും അദ്ദേഹം ലഹരി ഉപയോഗിച്ച് അതിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഗ്നർ എന്ന് പറയുന്ന വണ്ടി ഇടിച്ചു കയറി ആ വണ്ടി തലകുത്തനെ മറിഞ്ഞ് അദ്ദേഹത്തിന് അപകടമുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇദ്ദേഹത്തിന് വൈദ്യപരിശോധന നടത്തുന്നതിന് വേണ്ടിയും ഇദ്ദേഹത്തിന് തുടർന്നുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുമാണ് ഞങ്ങൾ ഈ മനുഷ്യനെ കൊണ്ടുവന്നതെന്നാണ് പോലീസ് പറഞ്ഞത്. നല്ല ആരോഗ്യമുള്ള, നല്ല ദൃഢഗാത്രനായ നല്ലൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം സമൂഹത്തിന് വഴികാട്ടേണ്ട ഒരു അധ്യാപകനാണ് ഈ അപകടം വിളിച്ചു വരുത്തിയിരിക്കുന്നത്. 99% വരുന്ന ഏറ്റവും നല്ല അധ്യാപക സമൂഹത്തിന് നേരും തെറ്റും നെറിയും നെല്ലും പതിരും തിരിച്ചറിഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പാഠങ്ങൾ നൽകുന്ന അധ്യാപക സമൂഹത്തിന് വലിയ പേരുദോഷമാണ് ഇത്തരം അധ്യാപികമാരും അധ്യാപകന്മാരും ഒക്കെ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് BRCയിൽ ട്രെയിനർമാരായി പ്രവർത്തിക്കുന്ന ഈ താൽക്കാലിക അധ്യാപികമാരുടെ അക്കൗണ്ടുകളിൽ വന്നു ചേർന്നിട്ടുള്ളത്. അതിനുവേണ്ടി അവർ വിദേശ സിമ്മുകൾ പോലും ഉപയോഗിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടികളിൽ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയും മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുമൊക്കെ നടത്തുന്ന സൂംബ ഡാൻസിൻ്റെ ട്രെയിനറാണ് ഈ അറസ്റ്റിലായ ഒരു അധ്യാപിക എന്നുകൂടി വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുകയാണ്. വളരെ നിരാശാജനകമായ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മാതൃകാപരമായ ശിക്ഷ അവർക്ക് നൽകിക്കൊണ്ട് എല്ലാവർക്കും ഒരു താക്കീതാകുന്ന രൂപത്തിലുള്ള കടുത്ത ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണം. മാത്രമല്ല, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ശക്തമായ MDMA പോലുള്ള രാസലഹരികൾ കണ്ടുപിടിക്കാനുള്ള ഓപ്പറേഷൻ തൂഫാൻ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പോലും ഒരു പറ്റ യുവാക്കളും ആളുകളുമൊക്കെ MDMA പോലെയുള്ള ലഹരി വസ്തുക്കളും ലഹരി പാനീയങ്ങളുമൊക്കെ വിൽക്കുകയും വിൽക്കപ്പെടുകയും
അത്തരം സംഭവങ്ങൾ നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വേണ്ടത്ര ഗൗരവപരമായി കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട്ടിൻപുറങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ ഓരോ വ്യക്തികളും, കുടുംബത്തിലെ ഓരോ അംഗങ്ങളും, നാട്ടിലെ ഓരോ അംഗങ്ങളും ഇതിൻ്റെ കണ്ണികളായി മാറി ഇവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി, ഈ സമൂഹത്തിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തി നിയമത്തിന് മുന്നിൽ അവരെ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ അവർക്ക് ഉറപ്പു കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികമാർ പോലും ഇത്തരം MDMA-യുടെ വക്താക്കളായി മാറുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെ നമ്മൾ ചെറുതാക്കി കാണരുത്. അത്തരം ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈ വാർത്തകളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വളരുന്ന ഇത്തരം കീടങ്ങൾക്കെതിരെ കൈവിരൽ ചൂണ്ടാതിരുന്നാൽ നമ്മുടെ കുട്ടികൾ തന്നെയാകും നാളെ അപകടത്തിൽ പെട്ടുപോകുക എന്നുള്ള നഗ്ന യാഥാർത്ഥ്യം, നഗ്ന സത്യം തിരിച്ചറിയുകയാണ് വേണ്ടത്. സർക്കാരും പോലീസും പറയുന്നത് ഇവർ സമ്പാദിച്ച സ്വത്തുക്കൾ ഈ ഒരു തരത്തിലാണ് സമ്പാദിച്ചതെങ്കിൽ അത് കണ്ടുകെട്ടുമെന്ന് പറയുന്നുണ്ട്. കർക്കശമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ 5ഓളം പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഇനിയും ഒരുപാട് കണ്ണികളുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും കിട്ടുന്ന സൂചനകൾ. ഈ അപകടകരമായ ഈ ലഹരിയുടെ വ്യാപനത്തെ തടയാൻ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഈ നാട്ടിലുണ്ടാകുന്ന അപകടം സ്വതന്ത്രമായി ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്താൻ പോലും പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ ജീവിതം തകർന്നു പോകും, നമ്മുടെ കുട്ടികൾ മാറിപ്പോകും, നമ്മുടെ സമൂഹം മാറിപ്പോകുമെന്ന ഉത്തമബോധത്തോടുകൂടി ഓരോ നാട്ടിലുമുള്ള ഈ ക്ഷുദ്രജീവികളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.